ആ ഗോപികയുടെ മുന്നിലൂടെ എനിക്ക് അവിടെ ഒരു റാണിയെ പോലെ വാഴണം. നീയേ അഭിഷേകിനെ നിന്റെ വരുതിയിലാക്കാനുള്ള വഴികളെ കുറിച്ച് ചിന്തിക്കും. ഋഷിയുടെ കാര്യത്തിൽ നിന്നെ ഞാൻ ഇതുപോലെ ഉപദേശിച്ചതാ. അന്ന് നിനക്ക് അവനെ വശത്താക്കാൻ പറ്റാണ്ട് പോയി. ഇടിപ്പെണ്ണ്, അത് നിന്റെ പിടിപ്പുകേടാ. ആ പിടിപ്പുകേട് ഇനി ഉണ്ടാവരുത്. അഭിഷേകിനെ കറക്കിയെടുത്ത് നീ നിന്റെ കൈവെള്ളയ്ക്കുള്ളിലാക്കണം. ഗോപികയ്ക്ക് വേണ്ടി ഋഷി വാശി പിടിച്ചതുപോലെ നിനക്ക് വേണ്ടി അഭിഷേകം വാശി പിടിക്കണം. നീ ഇല്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ ഉണ്ടാക്കണം. തല കുലിക്കാ പോരാ, കാര്യങ്ങളൊക്കെ ഫലവത്താക്കണം. നീ ആ വഴിക്ക് ചിന്തിക്കാൻ നോക്ക്. ദേവികയെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഋഷിക്കും ഗോപികയ്ക്കും ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റം? ഗോപിക കണ്ണു തുറന്നിട്ടുണ്ട്. ദൈവമേ, ഋഷിയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും പ്രകടമായിട്ടില്ല. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്? ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഋഷിക്ക് ബോധം വന്നിട്ടില്ല എന്ന് പറയുമ്പോ? ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, നിങ്ങളിപ്പോ എവിടെ എത്തി? ഞങ്ങളിപ്പോ എത്തതേ ഉള്ളൂ. നിങ്ങൾ ഇവിടേക്കാണെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് പോരായിരുന്നല്ലോ. സാരമില്ല, ഏതായാലും ഞങ്ങൾ ഇവിടെ എത്തിയല്ലോ. ഡോക്ടർ, ഋഷിക്ക് ബോധം തെളിഞ്ഞോ? സോറി, ഋഷിയുടെ നില അതുപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. എന്റെ മോന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലേ? ഞങ്ങളാൽ സാധിക്കുന്ന ട്രീറ്റ്മെന്റ് മുഴുവൻ ഞങ്ങൾ ഋഷിക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ചോദിക്കുന്നുണ്ട് മറ്റൊന്നും തോന്നരുത്. ഋഷിയെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതുണ്ടോ? ഏത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ചികിത്സ തന്നെയായിരിക്കും അവിടെ ആ ഡോക്ടേഴ്സും കൊടുക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങളും കൊടുക്കുന്നത്. നമുക്ക് ഋഷിയെ മേഘമലയിലെ സ്വാമിയച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലോ? ഇതിലും സീരിയസ് ആയ അവസ്ഥയിൽ നിന്നും സ്വാമിയച്ഛൻ ധാരാളം പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പലതിനും ഞാൻ സാക്ഷിയായിട്ടുമുണ്ട്. അതിരിക്കട്ടെ, സ്വാമിയച്ഛൻ ആരാണ്? മേഘമലയിലെ ഒരു പാരമ്പര്യ വൈദ്യനാണ്. പാരമ്പര്യ വൈദ്യമൊക്കെ പരീക്ഷിക്കണോ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസ, വെറുതെയുള്ള വിശ്വാസമല്ല. അദ്ദേഹത്തിന്റെ ചികിത്സാ ഗുണം ഞങ്ങൾ മനസ്സിലാക്കിയതാ. ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുണ്ട്. അതായത് ഞങ്ങളുടെ മകൻ. അല്ല, എല്ലാത്തിനും പരിഹാരം കാണാൻ ശേഷിയുള്ള ആളാണല്ലോ ദേവിക. ദേവിക വിചാരിച്ചാൽ എന്തിനും പരിഹാരം കാണാം. എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം എടുക്ക്. ആ ജാനകി, നീ ഇങ്ങോട്ട് വന്നേ. ഗോപികയുടെ
ഋഷിയോടും വാശിയും പകയും തീർക്കാൻ വേണ്ടി വിധി വീണ്ടും ഒരു അവസരം കൊണ്ട് വന്നിരിക്കുമോ? ഇതൊരിക്കലും പാഴാക്കാൻ പാടില്ല. എന്റെ കഴിവുകേട് കൊണ്ടാണ് എനിക്ക് ഋഷിയെ നഷ്ടപ്പെട്ടതെന്ന അമ്മയുടെ പരാതി. പക്ഷെ ഇത്തവണ അത്തരം ഒരു അബദ്ധവും അഞ്ജിതയുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അതെന്റെ തീരുമാനമാ. ഏത് വിധേനയും അഭിഷേകിനെ എനിക്ക് കയ്യിലെടുക്കണം. കയ്യിലെടുത്തേ തീരൂ. ഹലോ. ഹലോ, ഇത് അഭിഷേകല്ലേ? അതെ. ഇതാരാന്ന് മനസ്സിലായോ? ഇല്ല. ഈ ശബ്ദം എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഇല്ല, ഓർമ്മ കിട്ടുന്നില്ല. ശരിക്കൊന്ന് ഓർത്തു നോക്കിയേ. സോറി, മനസ്സിലാവുന്നില്ല. ആരാന്നൊന്ന് പറയൂ. ഇത് ഞാനാ, അഞ്ജിത. ആ, അഞ്ജിതയായിരുന്നോ? പറയടോ. ഒന്നുമില്ല. പിന്നെന്തിനാ വിളിച്ചേ? അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. അബേട്ടന് അത് ബുദ്ധിമുട്ടായോ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? താൻ പറയ്. എന്താ ഇപ്പൊ പറയാ? ഹലോ. ഹലോ. ഞാൻ കരുതി ഇയാൾ വച്ചിട്ട് പോയെന്ന്. ഇല്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നിട്ടാണോ മിണ്ടാതിരിക്കുന്നേ? അല്ല, എന്ത് പറയണോന്ന് ചിന്തിക്കുമായിരുന്നു. ചിന്തിച്ചിട്ട് എന്തായി? എന്തെങ്കിലും വിഷയം കിട്ടിയോ? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ ഫോണിൽ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു ചമ്മല്. തനിക്കും ചമ്മലൊക്കെ ഉണ്ടാവോ? അന്ന് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോ ഈ ചമ്മലൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ദേ അബിയേട്ടാ, കളിയാക്കരുത് കേട്ടോ. ശരി ശരി, കളിയാക്കുന്നില്ല. താൻ പറയ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അഭിയേട്ടന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ ചോദിച്ചാ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. പിന്നെ 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 എന്റെ സഹോദരങ്ങളെ എനിക്ക് ഏറെ ഇഷ്ടം. അവരെ എനിക്ക് ഏറ്റവും പ്രധാനം. ഓ, അത് ശരി. അല്ല, എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ? തന്നെ കുറിച്ചെല്ലാം എനിക്ക് മനസ്സിലായി. ഈശ്വര, എന്നെ കുറിച്ച് എന്താ അഭിഷേകം മനസ്സിലാക്കിയത്? ഹലോ, താനോടുണ്ടോ? ഉണ്ട്. അല്ല, എന്നെ കുറിച്ച് എന്താ ബേട്ട മനസ്സിലാക്കിയേ? അതോ, അത് താനും എന്നെപ്പോലെ തന്നെ കുടുംബത്തെയും സഹോദരങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. തനിക്ക് കുടുംബത്തോടും പെങ്ങന്മാരോടും അത്ര സ്നേഹമുള്ളതുകൊണ്ടല്ലേ തന്റെ വിവാഹം മുടങ്ങി താൻ അപമാനിക്കപ്പെട്ടിട്ടും ഋഷിയേട്ടനും ഗോപിയയ്ക്കും വേണ്ടി ഇങ്ങനൊരു തീരുമാനം എടുക്കാനായത്, നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കാനായത്. തന്റെ ഫാമിലി എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങളുടെ കുടുംബം ശരിക്കും നല്ലതാ. തന്റെ ഗോപി ചേച്ചിയും ദേവികേച്ചും ഒക്കെ നല്ല സ്നേഹമുള്ളവരാ. നല്ല പെരുമാറ്റം അവരുടേത്. പിന്നെ തന്റെ മുത്തശ്ശൻ എത്ര സോഫ്റ്റാ. ഇയാളോടൊന്ന് റൊമാൻറ്റിക് ആവാന്ന് കരുതിയപ്പോ ഇയാൾ എന്റെ കുടുംബത്തെ വർണ്ണിച്ചോണ്ടിരിക്കുവാണോ? തന്റെ ദേവിക ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ അമ്മേ? അതെ അബേട്ടാ, എന്നെ അമ്മ വിളിക്കുവാ. അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. ആ ദേവിക പുരാണം കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല. എല്ലാവർക്കും ദേവികയെ മതി. ദേവിക,
ആ വിവാഹത്തിന് സമ്മതിക്കണം. സമ്മതിച്ചാൽ മാത്രമേ അഞ്ജിതയും അഭിഷേകുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഹലോ ദേവിക. കിടന്നായിരുന്നോ? ഇല്ല, ഇപ്പൊ അത്താഴം കഴിഞ്ഞതേ ഉള്ളൂ. കിടക്കാൻ ഇനിയും കുറേ സമയമെടുക്കും. പറഞ്ഞോളൂ. നാളെ ഇവിടുത്തെ ദേവീക്ഷേത്രത്തിലൊന്നും വരാമോ? അതിനെന്താ, വരാല്ലോ. വരണം, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഫോണിലൂടെ പറഞ്ഞോളൂ. എന്താ കാര്യം? അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് തന്നെ പറയണം. ആയിക്കോട്ടെ, ഞാൻ നാളെ വരാം. എന്നാ ഞാൻ ഫോൺ വെക്കാം. ഹലോ. എന്തായിരിക്കും ആ അത്യാവശ്യ കാര്യം? മിടുക്കനായിട്ട് നിക്ക്. ഞാനിടാം. മോനെ, മര്യാദയ്ക്ക് കുസൃതി ഒന്നും കാണിക്കാതെ മുത്തശ്ശി പറയുന്നത് പോലെ അനുസരിക്കണം. മര്യാദയ്ക്കല്ലെങ്കിലേ മുത്തശ്ശി മോനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവില്ല, കേട്ടോ? അത് വേണോ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് അമ്പലത്തിൽ പോണം, സ്വാമിയെ കാണണം, പ്രാർത്ഥിക്കണം. എന്നാലേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം. കേക്കാം. മിടുക്കനല്ലേ? വാ പോ, വാ. നല്ല കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു തരാം. ബിരിയാണി വേണം. വാങ്ങിച്ചു തരാം. നിങ്ങൾ രണ്ടാളും കൂടി ഇത് എവിടെ പോവാ? ഞാനത് നിന്നോട് പറയാൻ വരികയായിരുന്നു. ഞാൻ ഇവനെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോവാ. ക്ഷേത്രത്തിലേക്കോ? അതെ, ഇവന്റെ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവാൻ ഞാൻ ഇവനെയും കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് കരുതി. അമ്മ അപ്പൊ ഒറ്റയ്ക്ക് ഇവനെയും കൊണ്ട് പോവാണോ? അതിനെന്താ, ഞാനും ഇവനും കൂടി പോയി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തിരികെ വരാം. അമ്മേ, അമ്മ തനിച്ച് ഇവനെയും കൊണ്ട് പോയാ ഇവൻ അടങ്ങി നിൽക്കുന്ന അമ്മ കരുതുന്നുണ്ടോ? അതൊന്നും സാരമില്ല. അമ്മയ്ക്ക് മാത്രം ഇവനെ മാനേജ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ വേഗം വരാം. നീ ഇനി എപ്പോഴാ റെഡി ആയിട്ട് വരുന്നേ? നീ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നേരം വൈകും. ദേ, നീ പേടിക്കൊന്നും വേണ്ട, ഇവനെ ഞാൻ കൊണ്ടുപോയിട്ട് വരാം. ഇവൻ അഥവാ അനുസരണക്കേട് കാണിച്ചാലേ ഡ്രൈവർ കൂടെ ഉണ്ടല്ലോ സഹായത്തിന്. പോകുന്ന വഴിക്ക് ഇവൻ അവിടെ ഇറങ്ങണേ ഇവിടെ ഇറങ്ങണെന്നൊക്കെ ബഹളം വെക്കുവേ. ഇവൻ എത്ര ബഹളം കൂട്ടിയാലും എവിടെയും നിർത്തുന്ന പ്രശ്നമില്ല. നീ സമാധാനായിട്ടിരിക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. അല്ലേ മോനെ? അമ്മ എന്നാ ഞങ്ങൾ പോയിട്ട് വരേ. സിദ്ധു, മുത്തശ്ശി പറയുന്നത് കേട്ടോണേ. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ മുത്തശ്ശിയും കേൾക്കണം. കേക്കാം. പോയിട്ട് ബൈ. വരാം. എന്താ ദേവു, എന്താ അത്യാവശ്യമായിട്ട് പറയാനുള്ളത്? എന്താ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? എന്നോട് സംസാരിക്കുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ?
എന്ത് തന്നെയാലും പറഞ്ഞോളൂ ദേവു, ഞാനല്ലേ കേൾക്കുന്നത്. നമുക്ക് ഈ കല്യാണം വേണ്ട. കല്യാണം വേണ്ടെന്നോ? താനെന്താ തമാശ പറയാണോ? തമാശയൊന്നല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. ഓ ഇപ്പോഴാ ഞാൻ ഓർത്തത്. ഈ സ്വഭാവം കുട്ടിക്കാലത്ത് തന്നെ തനിക്കുണ്ടായിരുന്നല്ലോ. സീരിയസ് ആണെന്ന് പറഞ്ഞ ആളെ പറ്റിക്കുക. ആ സ്വഭാവമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? ആനന്ദൻ, ഇതങ്ങനെയല്ല. ഞാൻ വളരെ കാര്യമായിട്ട് തന്നെയാ പറയുന്നത്. അതെന്താ ഇപ്പൊ അങ്ങനൊരു മനംമാറ്റം? സിറ്റുവേഷൻസ് അതാണ്. എന്ത് സിറ്റുവേഷൻസ്? അതൊക്കെയുണ്ട്. എന്താടോ, തനിക്കിപ്പോ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല. എനിക്ക് ആനന്ദനെ ഇഷ്ടമാണ്, അന്നും ഇന്നും. കുട്ടിക്കാലത്ത് നമ്മൾ തമ്മിലുണ്ടായിരുന്ന കൂട്ടുകെട്ട് ഇപ്പോഴും തുടരണമെന്ന് തന്നെയാണ് എന്റെ മനസ്സിൽ. പക്ഷെ വിവാഹം അത് വേണ്ട. തനിക്കെന്താ എന്നെ ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ലേ? പറയൂ ദേവു, അങ്ങനെ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ആനന്ദ, പ്ലീസ്, ഇങ്ങനെ ഓരോന്ന് ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കരുത്. പറയാൻ വന്നത് ഞാൻ പറഞ്ഞു. ആനന്ദനത് ഉൾക്കൊള്ളണം, വീട്ടിൽ അറിയിക്കണം. എടോ, വളരെ സന്തോഷത്തോടെയല്ലേ നമ്മുടെ വിവാഹത്തിന് വാക്കുറപ്പിച്ചത്. ആ നേരത്ത് താൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയൊരു എതിർപ്പ് പോലും പ്രകടിപ്പിച്ചില്ല. പിന്നെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വേണ്ടെന്ന് വെച്ചാല് അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇന്നലെ ഇല്ലാതിരുന്ന എന്ത് കാരണം ഇപ്പൊ പെട്ടെന്നുണ്ടായത്? കാരണം എന്തിനാ അറിയുന്നേ? വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നു, അത്ര അറിഞ്ഞാൽ മതി. അത് പോരാ, കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. അറിഞ്ഞേ തീരൂ, അതിനുള്ള അവകാശം എനിക്കുണ്ട്. അതൊന്നും വേണ്ട. വേണം. ഒരു കാരണമില്ലാതെ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്ക് എങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റും? എനിക്ക് കാരണം അറിയണം. കാരണം ദേവു, പരിഹാരമില്ലാത്തൊരു പ്രശ്നമില്ല. എന്ത് ഇഷ്യൂ ആണെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാം. ഞാനുണ്ട് തന്റെ ഒപ്പം. ഈ പ്രശ്നം എനിക്ക് മാത്രമേ പരിഹരിക്കാനാവൂ. ഇപ്പോഴും താൻ പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല. ആനന്ദ, എന്റെ കുടുംബത്തിൽ എന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന 1-2 ആളുകളുണ്ട്. എനിക്ക് അവരുടെ പ്രതീക്ഷകൾ നശിപ്പിക്കാൻ പറ്റില്ല. അവരുടെ താല്പര്യങ്ങൾ എനിക്ക് സംരക്ഷിച്ചേ തീരൂ. അവർക്ക് വേണ്ടി എന്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള വിവാഹം വേണ്ടെന്ന് ഞാൻ പറയുന്നത്. വാക്കുറപ്പിച്ചിട്ട് മാറുന്നത് അന്തസ്സല്ലായ്മയാണ്. പക്ഷെ എനിക്ക് വേറെ നിവർത്തിയില്ല. ആനന്ദൻ എന്നോട് ക്ഷമിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ത്യാഗം, അതാ എനിക്ക് മനസ്സിലായത്. ദേവു, വിവാഹം കഴിഞ്ഞാലും തനിക്ക് തന്നെ പ്രതീക്ഷിച്ച് കഴിയുന്നവരുടെ താല്പര്യങ്ങൾ നിറവേറ്റാം. അതിനൊരിക്കലും ഞാനൊരു തടസ്സമാവില്ല. ആനന്ദൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. എങ്കിൽ കൃത്യം കാരണം എന്താണെന്ന് തെളിച്ച് പറയൂ. അതിനെനിക്ക് സാധിക്കില്ല, നിർബന്ധിക്കരുത്. ദേവു, തന്നെയാ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് കണ്ടുപോയി. പെട്ടെന്ന് താൻ ഈ കല്യാണം വേണ്ടെന്ന് പറയുമ്പോ എനിക്കറിയില്ല. ദേവു, എനിക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കണം.